ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുന്നേ, നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കണം, ഹോസ്റ്റൽ എസെൻഷ്യൽസിന്റെ ഒരു വീഡിയോ ആണ്. മാക്സിമം ഞാൻ ഓർമ്മ വരുന്നതും ഒക്കെ കൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു സീനിയർ സ്റ്റുഡൻസുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കുക അവിടുത്തെ ഡ്രസ്സിങ്സ് എങ്ങനെയാണ്, എന്തെങ്കിലും ഡ്രസ് ടൈപ്പ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടോ, പിന്നെ ഹോസ്റ്റലിൽ എന്തൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് റെസ്ട്രിക്റ്റഡ്, എന്തൊക്കെ നമ്മൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട്, സീനിയർ സ്റ്റുഡൻസിനോട് ചോദിക്കാം. കാരണം പല കോളേജിലും ഹോസ്റ്റൽസിലും പല റൂൾസ് ആണ്. ചില കോളേജസിൽ ജീൻസ് ഇടാനായിട്ട് സമ്മതിക്കില്ല. ചില കോളേജസിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ടോപ്പ് ഇട്ടാൽ തന്നെ അത് നല്ല ലെങ്ത് ഉണ്ടായിരിക്കണം. ഷോൾ ഇടണം എന്ന് നിർബന്ധമുള്ള കോളേജസ് ഉണ്ട്. അതേപോലെ തന്നെ ഹോസ്റ്റലിൽ ഇലക്ട്രോണിക് ഐറ്റംസ് അധികം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഹോസ്റ്റൽസ് ഉണ്ട്. ചില ഹോസ്റ്റൽസിൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ ചില ഹോസ്റ്റൽസിൽ കുക്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പിന്നെ ചില ഹോസ്റ്റൽസിലൊക്കെ നമുക്ക് അയൺ ബോക്സ് ഒക്കെ ഒരാൾക്ക് പ്രത്യേകമായിട്ടൊക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെയുണ്ട്. ചില ഹോസ്റ്റൽസിന് അങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല. സോ നിങ്ങൾ എന്തായാലും പോകുന്നതിന് മുന്നേ അന്വേഷിച്ചിരിക്കുക എന്താണ് ഡ്രസ്സും കാര്യങ്ങളും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം മേടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ജീൻസ് ഇടാൻ പാടില്ല എന്നറിയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാങ്ങിച്ചതൊക്കെ നഷ്ടമാവും. സോ അതിനു മുന്നേ തീർച്ചയായിട്ടും ചോദിച്ചേക്കുക എന്തൊക്കെയാണ് റൂൾസ് കൊണ്ടുവരാൻ പാടുള്ളതും പാടില്ലാത്തതും എന്നുള്ളത് ചോദിച്ചേക്കുക. ഇനി ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ, ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആവാൻ പോകുന്നതിന് 1 വീക്ക് മുന്നേ എങ്കിലും നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിൽ നിങ്ങൾ എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ കുഞ്ഞു 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 സ്ലൈഡുകൾ തൊട്ട് കമ്മലും സ്ലൈഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ തൊട്ട് നിങ്ങൾക്ക് ഏറ്റവും വലുതായിട്ട് എടുക്കേണ്ട അത്രയും സാധനങ്ങളും നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക. ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ഈ കാര്യങ്ങളെല്ലാം എടുത്ത് വച്ചിട്ടുണ്ടെന്ന് ടിക്ക് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മറന്നുപോകും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തായാലും ഒരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ 2 വരവ് അത് നിർബന്ധമാണ്. കാരണം ഫസ്റ്റ് വരവിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോകും, എന്തെങ്കിലുമൊക്കെ മറന്നുപോകും. ഒരു 2 വരവ് നിങ്ങൾ വരേണ്ടി വരും. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഇപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആരെടുത്തെങ്കിലും ഒരു സെക്കൻഡ് വരവിൽ കുറച്ച് സാധനങ്ങളും കൂടെ കൊടുത്തയക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു ബാഗ് പാക്ക് ചെയ്ത് വീട്ടിൽ വെക്കുക. ആദ്യം തന്നെ അത് കൊണ്ടുവരാതെ എല്ലാം ചോദിച്ച് അത് ഓക്കെ ആണോ കൊണ്ടുവരാൻ എന്ന് നോക്കിയതിന് ശേഷം രണ്ടാമത്തെ പാക്ഡ് ബാഗ് നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേറ്റീവ്സിന് കൊടുത്തയച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ എടുത്ത് വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ സാധനങ്ങൾ ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് പോവാം. ആദ്യം തന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം തന്നെ ആ ഒരു ബെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അവിടെ ബെഡ് അവിടെ കാണും. അപ്പൊ ബെഡിൽ നമുക്ക് ബെഡ്ഷീറ്റ് വേണം, പില്ലോ കവർ വേണം, പിന്നെ ഒരു ബ്ലാങ്കറ്റ് വേണം. അത് തീർച്ചയായിട്ടും എടുത്തു വെച്ചേക്കുക. പിന്നെ ഇനി അവിടെ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് അത് മുകളിൽ വിരിച്ചിട്ട് കിടക്കുന്നതായിരിക്കും നമുക്കൊരു സുഖം. അതുകൊണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ 2 ബെഡ്ഷീറ്റ് കൊണ്ടുപോകാം. നിങ്ങൾ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾ കഴുകാനെങ്ങാനും വിട്ട് കഴിയുകയാണെങ്കിൽ വിരിക്കാമല്ലോ. അതുകൊണ്ട് 2 ബെഡ്ഷീറ്റും 2 പില്ലോ കവേഴ്സും നിങ്ങൾ എടുത്തേക്കുക. ബ്ലാങ്കറ്റ് ഒരെണ്ണം എടുത്തേക്കുക. ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂടുന്ന പുതപ്പ് പോലെ മുകളിലേക്ക് മൂടുന്ന ഒന്നും കൂടെ എടുത്തേക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തേക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ടവൽസ് ആണ്. 2 ടവൽസ് എടുക്കുക. പിന്നെ ഒരു കുഞ്ഞ് ഒരു ടവലും കൂടെ കരുതിയേക്കുക. പെട്ടെന്ന് അർജന്റായിട്ട് ഫേസ് വൈപ്പ് ചെയ്യാനോ ഐലൈനറൊക്കെ വരച്ചിട്ട് ഒന്ന് തുടയ്ക്കാൻ, പെട്ടെന്നൊക്കെ തുടയ്ക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ടവലും കൂടെ നിങ്ങൾ കരുതിയേക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു മിററാണ്. കാരണം നമുക്ക് ഒരു ഹോസ്റ്റലിൽ ചിലപ്പോൾ മിറർ കാണും. എങ്ങാനും ഒരു മിറർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പെട്ടെന്ന് എങ്ങാനും ഒന്ന് നോക്കണമെങ്കിൽ നമുക്കൊരു മിറർ വേണം. സോ നമ്മളൊരു മിറർ വച്ചേക്കുക. ഇനി അടുത്തതായിട്ട് ഈ മിററും കാര്യങ്ങളും ഒക്കെ ഹാങ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാങ്ങർ ഒരു സ്റ്റിക്ക് ചെയ്യുന്നതുണ്ടല്ലോ, ഒരു ഡബിൾ സൈഡ് വെച്ചിട്ട് നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്യുന്ന
അങ്ങനെയുള്ള വാൾ ഹാങ്ങിങ്സ് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 വാൾ ഹാങ്ങിങ്സോ എങ്ങാനും നിങ്ങൾ വച്ചേക്കുക. ഇനി അടുത്തുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റോപ്പും ക്ലിപ്പും നിങ്ങൾ കരുതിയേക്കുക. അടുത്തതായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമാണ് മെഡിസിൻസ്. മെഡിസിൻസ് എന്തൊക്കെയാ? നിങ്ങൾക്ക് ഹെഡ് ഏക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, ഇപ്പോൾ ഡോളോയാണോ പാരസെറ്റമോൾ ആണോ, അങ്ങനെ എന്ത് മെഡിസിൻസ് ആണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങൾ എന്തെങ്കിലും പതിവായിട്ട് കഴിക്കുന്ന മെഡിസിൻസ് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുത്തു വെക്കുക. ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പീരീഡ്സ് ടൈമിംഗ് കാണും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാനുള്ള മെഡിസിൻസ്, അത് ഡോളോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡോളോ, അല്ലാന്നുണ്ടെങ്കിൽ മെഫ്തൽ സ്പാസ് ആ ഒരു ടാബ്ലറ്റ് ആണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്. ആ ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ അത് കഴിക്കാം. ഇതൊക്കെയാണ് മെഡിസിൻസ്. മെഡിസിൻസിന് ശേഷം എന്താ, വിക്സ് ഇടുന്നവരാണെങ്കിൽ അങ്ങനെ, ടൈഗർ ബാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്, ഇല്ല ആക്സ് ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്. അപ്പോൾ അങ്ങനെ ഹെഡേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽമെന്റോ ബാമോ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തേക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെഡേക്ക് വരാറേ ഇല്ല, അതുകൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ലെങ്കിൽ പോലും നിങ്ങളൊരു കുഞ്ഞ് വിക്സ് എങ്കിലും എടുത്തേക്കുക. കാരണം നിങ്ങൾക്ക് തലവേദന വരും. നഴ്സിംഗ് പഠിക്കാൻ പോകുമല്ലോ, തീർച്ചയായിട്ടും തലവേദന വരും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ എടുത്തേക്കുക. ഇനി നിങ്ങൾ എടുക്കേണ്ടത് ഗേൾസ് ആണ്, സാനിറ്ററി പാഡ്സ് അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻസ് തീർച്ചയായിട്ടും കരുതിയേക്കാം. ഇനിയിപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ പാഡ്സ് യൂസ് ചെയ്യാതെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ ഹോസ്റ്റലിൽ തന്നെ ആണെങ്കിലും നമുക്ക് ഈ ഒരു വീട്ടിലെ പോലെ നല്ല ഫ്രീ ആയിട്ട് ഓരോ ടൈമും മാറ്റുക, അതിനെ ഡിസ്പോസ് ചെയ്യുക, അതൊന്നും അത്ര പറ്റിയില്ലെങ്കിൽ പോലും ലൈക്ക് മെൻസ്ട്രൽ കപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. പിന്നെ ആദ്യത്തെ യൂസിൽ ഇത്തിരി ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യും, എന്നാൽ പോലും പറയല്ലേ പോ. അപ്പൊ എടാ കുറ്റിടാ എവിടെ നിർത്തിയ ഫസ്റ്റ് യൂസിലൊക്കെ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടി തോന്നും എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് കപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കവേഴ്സ് ക്യാരി ചെയ്യുക. നമ്മുടെ എന്തെങ്കിലും വേസ്റ്റ് ആണെങ്കിലോ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെ എന്ത് കാര്യങ്ങളായാലും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കളയൊക്കെ ചെയ്യണമെങ്കിൽ അതിലിട്ടിട്ട് കൊണ്ടുപോയി കളയാനായിട്ട് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്യും. ഇനിയുള്ളത് സാനിറ്റൈസർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ സാനിറ്റൈസേഴ്സ് ക്യാരി ചെയ്യുക. കാരണം അത് നമ്മുടെ ക്ലിനിക്സിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് ഒരു ലോക്ക് ആൻഡ് കീ രീതിയിലുള്ള നമുക്ക് ബാഗ്സോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പെട്ടികളോ അപ്പോൾ വാല്യൂബിൾസ് ഒക്കെ നമുക്ക് അടച്ചു വച്ചിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലോക്ക് യൂസ് ചെയ്യാം. അപ്പം ലോക്കും കീയും കൂടെ ഉള്ള കുഞ്ഞു ലോക്ക് ആൻഡ് കീ നമുക്ക് കിട്ടും. ആ ഒരു കാര്യം നിങ്ങൾ ഒരു 2 or 3 ഉണ്ടെങ്കിലും വാങ്ങിച്ചു വെക്കും. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ അംബ്രല്ല ക്യാരി ചെയ്യുക. കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്സിനും പിന്നെയുള്ള പോസ്റ്റിങ്സിനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അംബ്രല്ല ക്യാരി ചെയ്യുക. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഒരു ക്യാരി ബാഗ് ഉണ്ടല്ലോ, നിങ്ങളുടെ സൈഡിൽ തൂക്കുന്ന ഏതെങ്കിലും ബാഗോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് കാര്യം ഒരു 2 or 3 ബുക്ക് വെക്കുന്ന രീതിയിലുള്ള സൈഡിലിടുന്ന ബാഗോ അതൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ചില ദിവസങ്ങളിൽ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫോൺ മാത്രം വെക്കാനാണെങ്കിൽ ഒരു പൗച്ച് ഫോൺ വെക്കാൻ മാത്രമുള്ള ഒരു ടൈപ്പ് കുഞ്ഞു ബാഗ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ബക്കറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ നിങ്ങൾക്ക് ബക്കറ്റ് വേണം. 2 ബക്കറ്റ് വാങ്ങിച്ചേക്കുക. ഒരെണ്ണം നിങ്ങൾക്ക് വാഷ് ചെയ്യാനും പിന്നെ ഒരെണ്ണം നിങ്ങൾക്ക് ക്ലോത്ത്, ചിലപ്പം നമുക്ക് മുഷിഞ്ഞ ക്ലോത്ത് ഇടാനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂമിൽ യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ബക്കറ്റ്, 2 ബക്കറ്റും ഒരു മഗ്ഗും തീർച്ചയായിട്ടും എടുത്തേക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓരോന്ന് ആയിട്ട് വരാം. ഇനി അടുത്ത ഓരോ സെക്ഷൻസ് ആയിട്ട് ഞാൻ പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റലില് പ്രൈമറി എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ അടുത്ത ഡ്രസ്സിങ്സിലേക്ക് വരാം. ഡ്രസ്സസ് എടുത്തു വെക്കേണ്ട ഡ്രസ്സസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ കോളേജ് ആയിരിക്കണം നിങ്ങൾ ഡ്രസ്സ് നിങ്ങൾ വാങ്ങാനായിട്ട്. നിങ്ങൾ പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ
തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കോളേജിൽ അത് അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ കോളേജിൽ ജീൻസ് ഇടാം, കോളേജിൽ ടോപ്പ് അങ്ങനെ ഇടാം എന്നൊക്കെയുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടൊക്കെ വേണം ഒരു ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനത്തെ രീതിയിലായിരിക്കണം നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സസ് നിങ്ങൾ പാക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ഷൂസ് ഉണ്ടല്ലോ, ചില കോളേജസിൽ നമ്മൾ ഷൂസ് വേണം എന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചോദിക്കുക കോളേജിൽ ഷൂസ് വേണമെന്ന്. അപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ സാധാ ബ്ലാക്ക് ഷൂ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഷൂ, അതിൻ്റെ കൂടെ ബ്ലാക്ക് സോക്സോ നിങ്ങൾക്ക് വേണ്ട സോക്സ്. ഇനി അല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ പറയുകയാണ്, നിങ്ങൾക്കൊരു ക്യാൻവാസ് ഷൂ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഷൂ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നമ്മുടെ ഫ്ലാറ്റ് ഹീൽസ് ഉള്ള ഷൂ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഷൂസ് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്സിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സൈഡിലോ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്സിനും ഒക്കെ പോകുമ്പോൾ അതിടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലൊന്നും അധികം വേദനിക്കില്ല. ഒരുപാട് നേരം നടക്കുമ്പോഴോ ഒന്നും നമുക്ക് കുറച്ചുകൂടെ സെക്യൂർഡ് അങ്ങനെയുള്ള ക്യാൻവാസ് ഷൂസ് ഇടുന്നതായിരിക്കും. ഇത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ചെന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജിൽ സെലിബ്രേഷൻസോ ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തു വെക്കാം. കുറച്ച് ഹെവി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലാതെ ഇത്തിരി നമുക്കൊരു പാർട്ടി മോഡിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് വാങ്ങി വെക്കുക. ഒരു ഡ്രസ്സ് വാങ്ങുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു 2 ഡ്രസ്സ് എങ്ങാനും നിങ്ങൾ കൊണ്ടുപോവാം. ഇനി അടുത്തതായിട്ട് ഒരു സാരി വെക്കുക കേട്ടോ. ഒരു സാരി, കാരണം അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് സാരി ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് സ്ലിപ്പേഴ്സ് ആണ്. ഇപ്പോൾ പല ഹോസ്പിറ്റൽസിലും നിങ്ങൾ ഹോസ്പിറ്റൽസിൽ ICUവിലൊക്കെ പോകുമ്പോഴും ICU പോസ്റ്റിങ്സ് ഉള്ളപ്പോഴും പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ പോസ്റ്റിങ്സ് ഉള്ളപ്പോഴും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സാധാ ഫ്ലാറ്റ് സ്ലിപ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ 2 സ്ലിപ്പേഴ്സ് വാങ്ങുക. ഒന്ന് നിങ്ങൾക്ക് ഹോസ്റ്റലിലെത്തേക്ക്. ഈ ഹോസ്റ്റലിൽ ഇട്ട് നശിപ്പിച്ച് തേഞ്ഞു പോയ സ്ലിപ്പേഴ്സ് ഒന്നും ആയിരിക്കരുത് നിങ്ങൾ ICUവിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം സ്ലിപ്പേഴ്സ് വയ്ക്കുക. നമുക്കൊക്കെ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പുതിയതായിട്ട് സ്ലിപ്പേഴ്സ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സ്ലിപ്പേഴ്സ് നിങ്ങൾ വാങ്ങി വെക്കുക. ഇനി അടുത്തതായിട്ട് അണ്ടർ ഗാർമെന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള കവറിൽ വെക്കുക. വേറെ സെപ്പറേറ്റ് കവേഴ്സിൽ നിങ്ങൾ അണ്ടർ ഗാർമെന്റ്സ് വെക്കുക. അതാകുമ്പോൾ നമ്മുടെ മറ്റേ ഡ്രസ്സുകളുടെ കൂടെ ആ സമയത്ത് ഇല്ലാതെ പോവുകയും അവിടെ എവിടെയും കിടക്കുകയും ഒന്നും ചെയ്യാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കവറിൽ നിങ്ങൾ ഈ അണ്ടർ ഗാർമെന്റ്സ് കീപ്പ് ചെയ്യുക. ഇനി അടുത്തത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷോൾസ് ഇടുകയാണെങ്കിൽ ഷോൾ വാങ്ങിക്കണം, പിന്നെ അതിൻ്റെ കൂടെ ഈ ഹിജാബ് ഇടാവോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇടാം. മുസ്ലിംസിന് ഹിജാബ് ഇടാനായിട്ട് അലൗഡ് ആണ്. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനെ പിൻ ചെയ്യണം. ഇപ്പം നമ്മൾ നോർമലി നമ്മൾ കാഷ്വൽസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ സാധാ പോലെ ഇങ്ങനെ ഇടുമല്ലോ, അങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് ലൂസായി ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഇട വരുത്തരുത്. പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് പിൻ ചെയ്യാനുള്ള സ്ലൈഡൊക്കെ വെച്ചിട്ട് പിൻ ചെയ്ത് പ്രോപ്പറായിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ നഴ്സിംഗ് ആണ്, പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യാനായിട്ട് കുനി എങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇതൊന്നും ഇളവി വരാനായിട്ട് പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെറൈൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് സ്റ്റെറൈൽ ആവും. അതുകൊണ്ട് അതിപ്പോൾ എന്തായാലും നമ്മൾ ഈവൻ വാച്ച് പോലും അൺസ്റ്റെറൈൽ ആയിട്ട് പറയാറുണ്ട് ആ വക കാര്യങ്ങളിൽ നമ്മൾ കോണ്ടാക്ട് വന്ന. അതുകൊണ്ട് പ്രോപ്പറായിട്ട് പിൻ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നുകൾ ക്യാരി ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഡ്രസ്സിലൊക്കെ വെക്കാനായിട്ട് ആവശ്യത്തിന് പിന്ന് ക്യാരി ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കളർ ഡ്രസ്സൊക്കെ ഇടുന്ന ദിവസമായിരിക്കും നമ്മൾ ഓരോ റൂമിലായിട്ട് പോയി കിടന്ന് തപ്പേണ്ടത്, ഒരു പിന്ന് തരുമോ. അപ്പോൾ അതിനൊരു അവസ്ഥ വരാതെ നിങ്ങൾ പിന്നൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. ഇനി അടുത്തതിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ഗേൾസ് അല്ലേ, അപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്, അക്സസറീസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്ത് അടുക്കി വെക്കുക. ഏതാ ഫേസ് വാഷ്, സ്ക്രബ്ബേഴ്സ്, ഇനി നിങ്ങൾ മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് മാസ്ക്സ്, പിന്നെ എന്തൊക്കെയുണ്ട് ഒരുപാടുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരുപാട്, ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. ക്രീംസ്, പിന്നെ ഫൗണ്ടേഷൻസ് ഉണ്ടല്ലേ, ഫൗണ്ടേഷൻ, പിന്നെ അതിന് മുകളിലായിട്ട് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡേഴ്സ് ഉണ്ടെങ്കിൽ അത്, ഐലൈനേഴ്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ നമുക്ക് ബ്യൂട്ടി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എടുത്തു വെക്കുക. അതിനുശേഷം ഒരു ഹാൻഡ് കർച്ചീഫ് അല്ലെങ്കിൽ ഒരു 2-3 ഹാൻഡ് കർച്ചീഫ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ബോക്സോ ഒരു കിറ്റോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാൻഡ് കർച്ചീഫ്,
വാച്ച് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതേപോലെയുള്ള നിങ്ങളുടെ മറ്റേ ഡിജിറ്റൽ വാച്ചസോ അതൊന്നും യൂസ് ചെയ്യാണ്ട് നീഡിൽ ഉള്ള വാച്ച് സെക്കൻഡ് നീഡിൽ ഉള്ള വാച്ച് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് നിങ്ങൾ വാങ്ങേണ്ടത്. കാരണം നിങ്ങൾക്ക് പൾസ് ഒക്കെ നോക്കേണ്ടതാണ്. നിങ്ങളുടെ മറ്റേ അല്ലാത്ത ടൈപ്പ് ഫാൻസി വാച്ചസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ വാച്ചസോ നിങ്ങളുടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വച്ചേക്കൂ. നിങ്ങൾക്ക് അല്ലാതെ കളർ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് കോളേജിൽ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷെ ക്ലിനിക്സിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് സൂചിയുള്ള വാച്ച് തന്നെ നിങ്ങൾ വാങ്ങണം. സോ ആ ഒരു വാച്ച് നിങ്ങൾ ഓർത്തേക്കുക. ഇനി അടുത്തതായിട്ട് എന്തുവാ ഈ നെയിൽ പോളിഷ് റിമൂവർ വാങ്ങണം. കാരണം നിങ്ങൾ നെയിൽ പോളിഷ് എന്തായാലും മറ്റേൻ്റെ കൂടെ ആക്സസറീസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ എടുത്തു വെക്കും. പക്ഷെ റിമൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്ലിനിക്സിൽ പോകുന്ന തൊട്ട് മുന്നേയൊക്കെ നമുക്ക് നെയിൽ പോളിഷസ് റിമൂവ് ചെയ്യേണ്ടി വരും. സോ നെയിൽ പോളിഷ് റിമൂവർ, നിങ്ങൾ നെയിൽ പോളിഷ് ഇടുന്ന ആളാണെങ്കിൽ നെയിൽ പോളിഷ് റിമൂവേഴ്സും കൂടെ വാങ്ങിച്ചു വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു സൂചി നൂല് നിങ്ങൾ എടുത്ത് വെച്ചേക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഓൾട്ടറിങ്ങോ എവിടെയെങ്കിലും ഒന്ന് കീറിപ്പോവുകയൊക്കെ ചെയ്താൽ നമുക്ക് സൂചി നൂലും വേണം. അതുകൊണ്ട് സൂചി നൂല് നിങ്ങൾ കൈ വെച്ചിരിക്കുക. അത് നിങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്നായിരിക്കും അതിനൊരു യൂസ് വരുന്നത്. സോ സൂചി നൂലും വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് നെയിൽ കട്ടർ നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം നിങ്ങളുടെ നെയിൽസ് ഗ്രോ ചെയ്യും. ചിലപ്പോൾ കോളേജിൽ തന്നെ അവർ നെയിൽസ് വളർത്താനായിട്ട് സമ്മതിക്കില്ല. ചിലപ്പോൾ അവർ ക്ലിനിക്സിൽ പോകുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഡെയിലി ചിലപ്പോൾ നെയിൽ കട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് വളർന്നാൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. സോ നെയിൽ കട്ടർ നിങ്ങൾ മറക്കാതെ എടുത്തേക്കുക, ഒരു കുഞ്ഞു നെയിൽ കട്ടർ. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഷാംപൂ, കണ്ടീഷണർ, സിറം, ഓയിൽ ഒക്കെ. സിറവും ഓയിലും നിങ്ങൾ തീർച്ചയായിട്ടും കരുതുക. ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യും, അല്ല സിറം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കരുതിയേക്കുക. കാരണം ക്ലിനിക്സിൽ പോകുന്ന ദിവസമൊക്കെ മോർണിംഗ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ പൊങ്ങിയൊക്കെ നിൽക്കുന്നത്. അതൊക്കെ അലൗഡ് ആയിരിക്കില്ല. അപ്പോൾ ഒന്ന് പുറത്തൂടെ ഒന്ന് സിറോ അങ്ങാനോ അപ്ലൈ ചെയ്താലേ അത് മര്യാദയ്ക്ക് ഇരിക്കത്തും. സോ നിങ്ങൾ സ്റ്റഡുകൾ വാങ്ങിച്ചു വയ്ക്കുക. ക്ലിനിക്സിൽ പോകുമ്പോഴായാലും കോളേജ് യൂണിഫോമിന്റെ കൂടെയൊക്കെ ആയാലും നിങ്ങൾക്ക് ലോങ് ഇയറിങ്സ് ഇടുന്നേക്കാളും നിങ്ങൾ സ്റ്റഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിനിക്സിൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്റ്റഡാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹാങ്ങിങ് ഇല്ലാത്ത സ്റ്റഡുകൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പല ടൈപ്പ് ചെയിൻസ്, ബ്രേസ്ലെറ്റ്സ് അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ക്ലിനിക്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഊരി വെക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെട്ടിയോ എന്തെങ്കിലും ഒരു കുഞ്ഞു ബോക്സ് നിങ്ങൾ ക്യാരി ചെയ്യുക. നിങ്ങൾ ഗോൾഡ് ഓർണമെന്റ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് അങ്ങനെ ഒരു നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ബോക്സ് നിങ്ങൾ കരുതുക. ഇനി അടുത്തതായിട്ട് ബാക്കിയൊന്നും പറയണ്ടല്ലോ. ഇപ്പോൾ ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, പിന്നെ നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൗത്ത് വാഷ് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൗത്ത് വാഷ്, ആ വക കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എടുത്തു വെക്കുക. നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ട് ക്ലച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ പിൻസോ അല്ലെങ്കിൽ സ്ലൈഡ്സോ നിങ്ങൾ എടുത്ത് വെക്കുക. വലിയ സ്ലൈഡ്സ് ഒക്കെ എടുത്ത് വെക്കുക. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും പുട്ടപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് കോളേജിലേക്ക് പോവാതെയൊക്കെ വീട്ടിലിരിക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പുട്ടപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികൾ പഠിച്ചു വെക്കുക. വലിയ ലോങ് ആയിട്ടുള്ള നല്ല നീളമുള്ള ക്ലച്ചസോ ഇതെല്ലാം നമ്മൾ ഒന്ന് കോല് കുത്തി ഒരു ചൈനക്കാർ ഉപയോഗിക്കുമ്പോൾ ഒരു കോലുണ്ടല്ലോ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വെക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു നെറ്റ് ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ പുട്ടപ്പ് ചെയ്തതിന് ശേഷം ആ നെറ്റ് ഇങ്ങനെ പിടിച്ച് കവറാക്കി ഇങ്ങനെ ഇടുന്നത്, അതുപോലുള്ള ഒരു നെറ്റ് രീതിയിലുള്ള ഒരു സ്ലൈഡ്സ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ യൂപ്പിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ നല്ല സെക്യൂർ ആയിട്ട് പുട്ടപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ യൂപ്പിൻസ് നമുക്ക് വയ്ക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ടിക് സ്ലൈഡ്സ് ഉണ്ടല്ലോ, ആ സ്ലൈഡ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് എപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഈ ടൈപ്പ് സ്ലൈഡ് ഉണ്ടല്ലോ, ഈ സ്ലൈഡ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളും നമുക്ക് വേണ്ട രീതിയിൽ. സോ അങ്ങനെയുള്ള സ്ലൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഹെയർ, ബ്യൂട്ടി പ്രോഡക്റ്റ്, അക്സസറീസ് ഒക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറക്കാതെ എടുത്ത് വയ്ക്കുക. തീർച്ചയായിട്ടും പുട്ടപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ അത് മറന്നുപോകും. പുട്ടപ്പ് ചെയ്യേണ്ട കുറച്ച് രീതികളും പുട്ടപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അക്സസറീസും വാങ്ങിച്ച് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റേഷനറിയിലേക്ക് വരാം. അപ്പം 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലിനിക്സിൽ പോകുമ്പോഴത്തേക്കും സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട കുട്ടി തിങ്സ് എന്ന് പറഞ്ഞ്
ഞാൻ അങ്ങനെ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. സോ ആ 2 വീഡിയോയും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. ആ വീഡിയോസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാനൊന്ന് അല്ലാണ്ട് വായിക്കാം. ലൈക്ക് പെൻസ്, സിസേഴ്സ്, ഇറേസേഴ്സ്, പെൻസിൽസ്, മാർക്കേഴ്സ്, പിന്നെ നിങ്ങളുടെ തീർച്ചയായിട്ടും സ്റ്റാപ്ലേഴ്സ്, പിന്നെ വൈറ്റ്നർ, ഫെവിക്കോൾ മറക്കരുത്, നിങ്ങൾക്ക് ഉപയോഗം വരുന്നൊരു കാര്യമാണ് ഫെവിക്കോൾസ്, പിന്നെ ചാർട്ട്സ് ഒക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, സ്കെച്ച് പെൻസ്, ക്രയോൺസ് എടുത്ത് വച്ചേക്കുക. കാരണം നിങ്ങൾ കേസ് സ്റ്റഡി ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. ഒരു കേസ് സ്റ്റഡിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ ആ ഡയഗ്രാം കളർ ചെയ്യാനായിട്ട് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ക്രയോൺസ് ഒന്നും വാങ്ങിക്കേണ്ട, പഴയ യൂസ് ചെയ്തിട്ടൊക്കെ ഉള്ള ക്രയോൺസ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞു ക്രയോൺ അങ്ങനെയുള്ള ഒരു ക്രയോൺസ് നിങ്ങൾ വാങ്ങുക. പിന്നെ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിക്കുക. പിന്നെ എന്തുവാ, സെലോ ടേപ്സ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. A4 സൈസ് ഷീറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ആ കുട്ടി തിങ്സ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു A4 സൈസ് ഷീറ്റ്സ് ബോർഡർ ഇടുക എന്ന്. അങ്ങനെ ബോർഡർ ഇട്ട പേപ്പേഴ്സ് നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വരരുത്, അത് മറക്കാതെ എടുത്തിട്ട് വരിക. അങ്ങനെ A4 സൈസ് ഷീറ്റ്സ് ആണെങ്കിൽ അങ്ങനെ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് വേറൊരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ബുക്സ് നിങ്ങളൊരു 2-3 ബുക്സ് എങ്ങാനും വാങ്ങിച്ചിട്ട് വരാം. ഇനി ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭയങ്കര ദൂരമാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ ഓൾറെഡി കൊണ്ടുവന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വച്ചേക്കുക. നിങ്ങൾക്ക് കോളേജിൽ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ഡേ സ്കോളേഴ്സ് കാണും. അപ്പോൾ ആ ഡേ സ്കോളേഴ്സിനോട് ഹെൽപ്പായിട്ട് അവർക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഒരു ബുക്സോ അങ്ങനെ സ്കെച്ച് പെന്നോ മാർക്കേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ട് അവരോട് വാങ്ങിച്ചുകൊണ്ട് വരാനാണെങ്കിൽ അങ്ങനെ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിലൊക്കെ വന്നതിന് ശേഷം 1 വീക്കൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഔട്ടിങ്ങോ അല്ലെങ്കിൽ വെളിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ പോയി ഒന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയി എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇലക്ട്രോണിക്സ് ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങൾ എടുത്തോളും. എന്താ, മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കില്ല. അപ്പോൾ മൊബൈൽ ഫോൺസ് നിങ്ങൾ എടുക്കുക, പക്ഷെ കൂടെ തന്നെ ചാർജർ എടുക്കാൻ മറക്കരുത്. പിന്നെ ചാർജർ എടുക്കാൻ വേണ്ടി തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ചാർജർ നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് മറ്റേ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്ക് എടുത്തേക്കുക. ബാക്കിയുള്ള എല്ലാ തരം ഇലക്ട്രോണിക് ഐറ്റംസും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഹോസ്റ്റലിലുള്ള ഏതെങ്കിലും സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ കോളേജിലോ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ഹെയർ സ്ട്രെയിറ്റ്നേഴ്സോ കേളിങ്ങോ പിന്നെ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഹെയർ ഡ്രൈയേഴ്സോ അതൊന്നും വലിയ പ്രശ്നമില്ല എന്നോ തോന്നുന്നത്. അതും ആലോചിച്ചിട്ട് ചോദിച്ച് ഓക്കെ ആണെന്ന് കണ്ടിട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെയുള്ളത് നമുക്ക് യൂട്ടൻസിൽസ് സെക്ഷനിലേക്ക് പോവാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു ഫ്ലാസ്ക് കരുതുക. പിന്നെ ബോട്ടിൽസ്, മാക്സിമം വലിയ ബോട്ടിൽസ് നിങ്ങൾ വാങ്ങുക. കാരണം നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വയ്ക്കാനൊക്കെ ആയിട്ട് കൂടെ കൊണ്ട് വയ്ക്കാനും പഠിക്കുന്ന സമയത്തൊക്കെ വച്ചിരിക്കാനും നിങ്ങൾ വലിയ വാട്ടർ ബോട്ടിൽസ് തന്നെ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ഒരു ലഞ്ച് ബോക്സ് ക്യാരി ചെയ്യുക കേട്ടോ. ഇപ്പോൾ ലഞ്ച് നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, ഹോസ്റ്റലിൽ നിന്നാണ് ഫുഡ് എങ്കിൽ പോലും ഒരു ലഞ്ച് ബോക്സ് വെച്ചേക്കുക. അത് മൾട്ടി പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്. പിന്നെ തീർച്ചയായിട്ടും പ്ലേറ്റ് വാങ്ങുക. പ്ലേറ്റ് നിങ്ങൾ ആ ഒരു സ്റ്റീൽ പ്ലേറ്റ് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക ഫുഡ് കഴിക്കാനായിട്ട്. കാരണം സ്റ്റീൽ പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ തറയെ വീണാലൊന്നും ആ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സോ സ്റ്റീൽ പ്ലേറ്റ് നിങ്ങൾ എന്തായാലും ക്യാരി ചെയ്യുക. ബാക്കിൽ നിങ്ങളുടെ പേര് ഒട്ടിക്കാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് ഷോപ്പിലൊക്കെ നമ്മൾ പോയി പ്ലേറ്റ് വാങ്ങിക്കുമ്പോൾ അവർ തന്നെ എന്തോ ഒരു മെഷീൻ വെച്ച് നമ്മുടെ പേര് എഴുതി തരും കേട്ടോ. അങ്ങനെയുള്ള പരിപാടി ചെയ്യുക. നിങ്ങൾ പ്ലേറ്റിൽ പേര് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുകയോ അതിൽ എഴുതി വാങ്ങിക്കുകയോ അങ്ങനെ ചെയ്യുക. സ്പൂൺസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പൂൺസ് എന്തെങ്കിലും ഒരു പ്രത്യേക ഡിസൈൻ ഉള്ള സ്പൂൺ വാങ്ങിക്കുക കേട്ടോ. ആ ഒരു ഏരിയയിൽ നമ്മുടെ പിടിക്കുന്ന ആ ഹാൻഡിലുള്ള ഏരിയയിലുണ്ടല്ലോ, നമ്മുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു എന്തെങ്കിലും തരത്തിലുള്ള നല്ല ഡിസൈൻ ഉള്ള സ്പൂൺസ് വാങ്ങിക്കുക. അതേപോലെ നമുക്ക് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ കണക്കുള്ള സ്പൂണും വാങ്ങിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഫുഡ് അച്ചാറോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ നിങ്ങൾ ആ ഒരു വലിയ പ്ലേറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ കുഞ്ഞു പ്ലേറ്റും കൂടെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മിച്ചർ ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കുഞ്ഞു കത്തി കൊണ്ടുപോകട്ടോ, നൈഫ് നിങ്ങൾ ക്യാരി ചെയ്യുക. നിങ്ങളുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളൊരു നൈഫ് നിങ്ങൾ കൊണ്ടുപോവുക.
അപ്പൊ ഇതൊക്കെയാണ് യൂട്ടൻസിൽസ് എന്നുള്ള ഒരു സെക്ഷനിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസിങ് ടൈപ്പിലുള്ള പൗച്ചസോ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൗച്ചോ അല്ലെങ്കിൽ ഒരു പെട്ടിയോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് വാരി വലിച്ചിടേണ്ട അവസ്ഥയോ എല്ലാം കൂടെ ആയിട്ട് മിക്സ് ആവുകയോ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുറച്ച് പെട്ടിയായിട്ടൊക്കെയോ അങ്ങനെയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പൊട്ടിയൊന്നും പോവില്ല എന്നുണ്ടെങ്കിൽ ഒരു പെൻ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങളെ പെന്നും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് അതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വേണ്ട എസെൻഷ്യൽസ്. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ കൊണ്ടുവരുമല്ലോ വളരെ ദൂരെ നിന്നൊക്കെ ക്യാരി ചെയ്തൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളുടെ ഷാംപൂ, കണ്ടീഷണർ, ഓയില് അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വാഷ്റൂമിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങളത് മാറ്റി വെക്കേണ്ടി വരും, നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ലീക്കായി പോവാത്ത രീതിയിലുള്ള ബോട്ടിലാണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളൊന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിനെ ഒന്ന് കുലുക്കിയൊക്കെ നോക്കുക. അതൊന്ന് വെളിയിൽ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. എപ്പോഴും സെക്യൂർ ആയിട്ട് വേണം നിങ്ങൾക്ക് ഒഴുകി പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ നശിപ്പിച്ചു കളയും എന്നുള്ള അവസ്ഥയിലുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ സെക്യൂർ ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, മാർക്കേഴ്സ് എല്ലാം നിങ്ങൾ വെക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഹോസ്റ്റലിലെ ആ മാർക്കേഴ്സ് ഒക്കെ പല വഴിക്കിട്ട് കളയരുത്. കാരണം നിങ്ങൾക്ക് ആകെ ഒരു 2 യൂണിഫോം ഒക്കെ കാണത്തുള്ളൂ. കോളേജിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് 2-3 യൂണിഫോംസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ ഒരു യൂണിഫോംസ് അല്ല നമ്മുടെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ മാർക്കേഴ്സിന്റെ ക്യാപ്പൊക്കെ തുറന്ന് കിടന്നിട്ട് അതിൽ മുഴുവൻ സ്പ്രെഡ് അങ്ങനെ ഭയങ്കര ദാരുണമായുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അതൊന്നും ഓപ്പൺ ആയിട്ട് കിടക്കുക. ലൂസ് ആയിട്ടുള്ള ക്യാപ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ക്യാപ്പ് വയ്ക്കുക, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടൊക്കെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഹോസ്റ്റൽ എസെൻഷ്യൽസ്, നിങ്ങൾ ക്യാരി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ളത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. അത് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കണ്ടന്റ്സ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.